നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂക്ഷ്മ വ്യായാമം. ഈ വീഡിയോയിൽ നമ്മൾ സൂക്ഷ്മ വ്യായാമം എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ 48 പോയിന്റ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രാക്ടീസിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. സൂക്ഷ്മ വ്യായാമം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശ്വസനത്തെ ശ്രദ്ധിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസസ് ആണ് സൂക്ഷ്മ വ്യായാമം. ഇത് തല മുതൽ കാൽ വരയ്ക്കുമുള്ള ഭാഗങ്ങളെ അയവ് വരുത്തി പ്രവർത്തനത്തെ സുഗമമാക്കാൻ ഉപകരിക്കുന്നു. ഇതുമൂലം ശരീരത്തിന് സംയുക്ത ആരോഗ്യവും സൗന്ദര്യവും പ്രദാനം ചെയ്യുന്നു. ഇതിൽ 48 വിധത്തിലുള്ള വ്യായാമ മുറകളുണ്ട്. അതായത് 48 ആസനങ്ങളുടെ സംയുക്ത രൂപം. വ്യായാമങ്ങളിലേക്ക് പോകാം. ആദ്യമായി പ്രാർത്ഥന. കണ്ണുകൾ അടച്ചുപിടിച്ച് കാലുകൾ അടുപ്പിച്ച് വെച്ച് നിവർന്നു നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് എന്നതുപോലെ തന്നെ കൈകൾ കൂപ്പി നെഞ്ചിനോട് ചേർത്ത് വെക്കുക. നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളിലേക്ക് നിങ്ങളുടെ ഏകാഗ്രതയെ വരുത്തുക. മനസ്സിനെ ശാന്തമാക്കിയതിനു ശേഷം, മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ശേഷം കൈകൾക്കും വിരലുകൾക്കും അയവ് കൊടുക്കുക. പ്രാർത്ഥനയുടെ ഗുണഫലങ്ങൾ: 1. ഏകാഗ്രത വർദ്ധിക്കുന്നു, മനഃശാന്തി ലഭിക്കുന്നു, ധ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു, മാനസിക പ്രശ്നങ്ങളെ കുറയ്ക്കുന്നു. അടുത്ത ആസനം ബുദ്ധി തഥാ ധൃതി ശക്തി വികാസക്. ഇത് പരിശീലിക്കാൻ കാലുകൾ അടുപ്പിച്ചു വെച്ച് നിവർന്നു നിൽക്കുക. വായ അടച്ചു പിടിച്ച് തല പുറകിലേക്ക് വളയ്ക്കുക. കണ്ണുകൾ തുറന്നിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ നിറുകയിൽ വെച്ച് ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുക. ഇതിന്റെ ഗുണഫലങ്ങൾ: ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നു, പോസിറ്റീവ് തിങ്കിങ്ങിനെ വർദ്ധിപ്പിച്ച് ദിവസം മുഴുവൻ ഫലപ്രദമാക്കുന്നു, മസ്തിഷ്കത്തിന്റെ വിവേചന ബുദ്ധിയെ കൂട്ടുന്നു, മാനസിക പിരിമുറുക്കത്തിന് ആശ്വാസം പകരുന്നു, ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സ്മരണശക്തി വികാസക. ഇത് പരിശീലിക്കാനായി പാദങ്ങൾ അടുപ്പിച്ചു വെച്ച് നിവർന്നു നിൽക്കുക. നിങ്ങളുടെ പാദത്തിൽ നിന്നും ഏകദേശം 5 അടി അകലത്തിലുള്ള ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതുക്കെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസോച്ഛ്വാസം ത്വരിതപ്പെടുത്തുക. മസ്തിഷ്കത്തിന്റെ തുലനമില്ലായ്മ, ഓർമ്മക്കുറവ്, മാനസിക വിഭ്രാന്തി ഇവയെ ദൂരീകരിക്കുന്നു. ഓർമ്മശക്തി അധികപ്പെടുത്തുന്നു, ക്ഷീണമകറ്റുന്നു, ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള ഉന്മേഷം പകരുന്നു. അടുത്ത വ്യായാമം മേധാശക്തി വികാസക. ഇത് പരിശീലിക്കാനായി നിവർന്നു നിന്ന് കണ്ണുകൾ അടച്ച് പാദങ്ങൾ ചേർത്ത് വെക്കുക. തലകുനിച്ച് താടിയെല്ല് ശരീരത്തിൽ തൊടുക. കഴുത്തിന്റെ പിൻഭാഗത്ത് മധ്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ ശക്തമായി ശ്വാസം വലിക്കുകയും പുറന്തള്ളുകയും ചെയ്യുക. ഈ ആസനത്തിന്റെ ഗുണഫലങ്ങൾ: നിത്യാഭ്യാസം മൂലം വോക്കൽ ഗ്ലാൻസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു, ശരീരത്തിന്റെ ക്ഷീണവും മടിയും അകറ്റുന്നു, സുഖനിദ്ര പ്രദാനം ചെയ്യുന്നു, ചുമയകറ്റുന്നു, ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്തുന്നു. അടുത്ത വ്യായാമം നേത്രശക്തി വികാസക. ഈ ആസനം പരിശീലിക്കാനായി പാദങ്ങൾ അടുപ്പിച്ചു വെച്ച് നിവർന്ന് നിൽക്കുക. കഴുത്ത് കഴിയുന്നത്ര പുറകിലേക്ക് വളച്ചു പിടിക്കുക. കണ്ണുകൾ കൊണ്ട് 2 പുരികങ്ങളുടെയും മധ്യത്തിൽ നോക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണുകൾ ക്ഷീണിക്കുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കുക. വീണ്ടും തുറന്ന് വ്യായാമം നിർത്തുക. കുറച്ച് സമയത്തിന് ശേഷം വ്യായാമം തുടരുക. ഈ ആസനത്തിന്റെ ഗുണഫലങ്ങൾ ഇവയാണ്: കണ്ണിലെ പേശികൾ ശക്തിപ്പെടുന്നു, കണ്ണിന് സംയുക്ത ആരോഗ്യം കൈവരുന്നു, കാഴ്ചശക്തി വർദ്ധിക്കുന്നു. ഈ വ്യായാമം തുടർച്ചയായി 40 ദിവസം ചെയ്താൽ നിങ്ങളുടെ കണ്ണുകളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. അടുത്ത ആസനം കപോല ശക്തി വികാസക. പാദങ്ങൾ അടുപ്പിച്ച് നിവർന്നു നിൽക്കുക. വിരലുകളുടെ അഗ്രം യോജിപ്പിച്ച് തള്ളവിരലുകൾ കൊണ്ട് മൂക്ക് അടച്ചു പിടിക്കുക.
കണ്ണുകൾ തുറന്നിരിക്കണം. വായ കാക്കയുടെ ചുണ്ടുപോലെ പിടിച്ച് ശക്തമായി വായു വലിച്ചെടുത്ത് കവിളുകൾ വീർപ്പിക്കുക. കണ്ണുകൾ അടയ്ക്കുക. തല കുനിച്ച് തൊണ്ടക്കുഴിയിൽ താടിയെല്ല് മുട്ടിക്കുക. കഴിയുന്നത്ര സമയം കവിളുകളിൽ വായു പിടിച്ചു വെക്കുക. തല ഉയർത്തി കണ്ണുകൾ തുറന്ന് കൈകൾ മാറ്റി ശ്വാസം പതുക്കെ പുറത്തുവിടുക. ശ്വാസം വളരെ പതുക്കെ മാത്രമേ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. ഈ വ്യായാമത്തിന്റെ ഗുണഫലങ്ങൾ കവിളുകളുടെ ദൃഢതയും ഭംഗിയും അധികമാകുന്നു. ഓറൽ ഇൻഫെക്ഷൻ കുറയാനും ഇത് സഹായിക്കുന്നു. മുഖപേശികൾക്ക് ദൃഢതയും ഉന്മേഷവും കൈവരുന്നു. മുഖക്കുരുക്കളെയും പാടുകളെയും അകറ്റി മുഖചർമ്മത്തിന് കാന്തി കൂട്ടുന്നു. അടുത്ത വ്യായാമം കർണശക്തി വികാസക. പാദങ്ങൾ അടുപ്പിച്ചു വയ്ക്കുക. നിവർന്നു നിൽക്കുക. നിങ്ങളുടെ വായ അടയ്ക്കണം. തള്ളവിരൽ ഉപയോഗിച്ച് ചെവികൾ അടയ്ക്കുക. നിങ്ങളുടെ ചൂണ്ടുവിരലുകൾ നിങ്ങളുടെ കണ്ണുകളിൽ വയ്ക്കുക. അത് അടച്ചിരിക്കണം. നിങ്ങളുടെ നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് വായയെ വലയം ചെയ്യുക. അത് കാക്കയുടെ കൊക്കിനോട് സാമ്യമുള്ളതായിരിക്കണം. ഇനി കഴിയുന്നത്ര വായു വലിച്ചെടുത്ത് നിങ്ങളുടെ കവിളുകൾ വീർപ്പിക്കുക. ഇനി താടി താഴ്ത്തി തൊണ്ടയിലെ കുഴിയിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. ശ്വാസം നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം പിടിച്ചു വയ്ക്കുക. എന്നിട്ട് കഴുത്ത് സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇനി കണ്ണുകൾ പതുക്കെ തുറക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇവിടെ വായിലൂടെ ശ്വാസം വലിച്ചെടുത്ത് മൂക്കിലൂടെ വേണം പുറത്തേക്ക് തള്ളാൻ. ഈ ആസനത്തിന്റെ ഗുണഫലങ്ങൾ: ശ്രവണശക്തി വർദ്ധിപ്പിക്കുന്നു. കർണസംബന്ധമായ അസുഖങ്ങളും പ്രശ്നങ്ങളും ഭേദപ്പെടുന്നു. അടുത്ത വ്യായാമം ഗ്രീവശക്തി വികാസക 1. ഈ വ്യായാമം പരിശീലിക്കാനായി പാദങ്ങൾ ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കഴുത്തിലെ പേശികളെ അയച്ചിടുക. പിന്നീട് ഒരു ഞെട്ടലോടെ നിങ്ങളുടെ തല ആദ്യം നിങ്ങളുടെ വലതു തോളിലേക്കും പിന്നീട് ഇടതു തോളിലേക്കും തിരിക്കുക. ഇത് 10 പ്രാവശ്യം ആവർത്തിക്കുക. നിങ്ങളുടെ തോളുകൾ ഉയർത്തി തല തൊടാൻ ശ്രമിക്കരുത്. നിവർന്നു നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ തല ഒരു ഞെട്ടലോടെ ആദ്യം മുമ്പിലോട്ടും പിന്നെ പുറകിലോട്ടും കുത്തുക. തല തിരികെ പോകുമ്പോൾ അത് നിങ്ങളുടെ കഴുത്തിൽ സ്പർശിച്ചിരിക്കണം. തല മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ താടി നിങ്ങളുടെ കഴുത്ത് കുഴിയിൽ സ്പർശിക്കണം. ഇത് 10 പ്രാവശ്യം ആവർത്തിക്കുക. 1, 2, 3, 4. ശ്വാസം സാധാരണഗതിയിൽ തുടരുക. 10 പ്രാവശ്യം ആവർത്തിക്കുക. 1, 2, 3. ഈ ആസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ: കഴുത്തിലെ പേശികളുടെ ദൃഢത വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കൂടുതൽ മധുരമായിരിക്കും. ടോൺസിൽ സംബന്ധപ്പെട്ട രോഗങ്ങൾ മാറിക്കിട്ടുന്നു. അടുത്ത വ്യായാമം ഗ്രീവശക്തി വികാസക 2. ഈ വ്യായാമം പരിശീലിക്കാനായി പാദങ്ങൾ ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക. കണ്ണുകൾ തുറന്നു പിടിച്ച് വായ അടയ്ക്കുക. നിങ്ങളുടെ തല മുമ്പോട്ട് തൂക്കിയിടുക. താടി കഴുത്തുകുഴിയിൽ സ്പർശിച്ചിരിക്കണം. തല ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക. നിങ്ങളുടെ ചെവികൾ തോളുകളിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. ശ്വസനം സാധാരണ നിലയിൽ തുടരുക. ചെവികളെ സ്പർശിക്കാൻ തോളുകളെ ഉയർത്താൻ ശ്രമിക്കരുത്. ഈ വ്യായാമം ആരംഭത്തിൽ 5 പ്രാവശ്യം ചെയ്യുക. 1, 2, 3. ഈ ആസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ: തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത്. നിങ്ങളുടെ ശബ്ദം ശുദ്ധവും തെളിഞ്ഞതുമാകാൻ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സൂക്ഷ്മ വ്യായാമം എങ്ങനെ ചെയ്യണമെന്ന്. ഇനിയും നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.